frame get released, I'm sure all of us Malayalis will be super proud about the movie. Which is the movie? You know, it is on the desk. Brahmayuga, the age of madness. എന്ന് പറയുമ്പോൾ ഒരു വലിയ കയ്യടി ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ? Everybody together? Thank you so much. Well, സിനിമയുടെ ജോൺർ എന്താണെന്ന് അറിഞ്ഞപ്പോൾ, സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മലയാളി പ്രേക്ഷകരെല്ലാം വളരെ വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ വർഷം കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 17 2023, which also happened to be ചിങ്ങം 1, വളരെ അവിചാരിതമായിട്ടാണ്, കോയിൻസിഡൻഷ്യൽ ആയിട്ടാണെങ്കിലും നമ്മൾ അന്ന് ഐശ്വര്യമായിട്ട് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു, ചിത്രീകരണം പുരോഗമിച്ചു, ചിത്രീകരണം പൂർത്തിയായി. ആ ഒരു കാലയളവിൽ we got to see the first number 1 on YouTube എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യം കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് തെറ്റുണ്ടോ? So definitely ഇനി അങ്ങോട്ട് ഫസ്റ്റ് ഷോ FDFS കാണാനുള്ള ടിക്കറ്റിനായുള്ള പരക്കം പാച്ചിലാണ് നമ്മൾ ഓരോരുത്തരും. We can't wait to see the movie on theaters. But അതിനു മുമ്പ് the team is all set to greet and meet the media. തിയേറ്ററിൽ പ്രേക്ഷകർ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങളാണ് സിനിമയുടെ സന്ദേശങ്ങളും സിനിമയുടെ മറ്റു കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സോ നിങ്ങളുമായിട്ട് ഒരു സംവാദത്തിന് നമ്മുടെ പ്രസ് മീറ്റിന് ടീം റെഡിയാണ്. അതിനു മുമ്പ് ഞാനൊന്ന് സൈഡിലേക്ക് മാറുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധയെ സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ നമ്മൾ പ്ലേ ചെയ്യുന്നു നമ്മുടെ സിനിമയുടെ ട്രെയിലർ for one more time, ladies and gentlemen. വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഈ കയ്യടിക്ക് അപ്പുറത്തേക്ക് കൂടുതൽ ആലങ്കാരികമായി ഞാനൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. അത്ര കണ്ട ആവേശത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഫെബ്രുവരി 15 FDFS കാണാൻ വേണ്ടിയിട്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടാവും, ഇതിനെപ്പറ്റി സംവദിക്കാൻ ആഗ്രഹമുണ്ടാവും. അതിനുള്ളൊരു വേദിയാണിത്. പ്രസ് മീറ്റ് ഓൺ സ്റ്റേജ് നടക്കാൻ പോവാണ്. വേദിയിൽ അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ ഇതാ നടന്നുകൊണ്ടിരിക്കവേ വിത്ത് യുവർ പെർമിഷൻ ഞാൻ ഇതിന്റെ ടീമിനെ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നു. ഗൂഗിൾ സെസ്, അറ്റ്ലീസ്റ്റ് നമ്മൾ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ ഗൂഗിൾ പറയുന്ന പ്രകാരം ഇറ്റ് ഫോൾസ് ബാക്ക് ടു ദി ഡാർക്ക് ഏജസ് ഓഫ് കേരള, അല്ലെങ്കിൽ ഇതൊരു ത്രില്ലർ ഹൊറർ ജോണറിലുള്ളൊരു
മൂവിയാണല്ലോ. മ്യൂസിക് അതനുസരിച്ച് ഇന്റൻസ് ആവണം, ഇൻട്രീഗിങ് ആയിരിക്കണം. ഭംഗിയായിട്ട് ഇതിന്റെ മ്യൂസിക് അണിയിച്ചൊരുക്കിയ ഇതിന്റെ സംഗീത സംവിധായകൻ മിസ്റ്റർ ക്രിസ്റ്റോ സേവ്യർ, അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സൗണ്ട് ഡിസൈനർ മിസ്റ്റർ ജയദേവൻ ചക്കാടത്ത്, സ്വാഗതം സർ. സംഭാഷണം കേട്ട് കളയാനുള്ളതല്ല, അത് മനസ്സിലേക്ക് കയറാനുള്ളതാണ് എന്നിരിക്കെ ഇതിന്റെ സംഭാഷണം രചിച്ച മിസ്റ്റർ ടി ഡി രാമകൃഷ്ണൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം. And of course, ഇതിന്റെ ആർട്ടിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ would love to start off by inviting this beautiful lady right out there, Amalda Alice. Following her will be Siddharth Varadhan and of course Arjuna Shovan. മൂന്ന് പേർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ, ഒരു സിനിമ അതിന്റെ സംവിധായകൻ ഉദ്ദേശിച്ച സ്കെയിലിലേക്ക് പ്രേക്ഷകർ മുന്നിൽ എത്തണമെങ്കിൽ വളരെ വലിയ മനസ്സുള്ള പ്രൊഡ്യൂസർ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. We have one for this movie, Mr. Chakravarti Ramachandra. Welcome sir. And of course അവരോടൊപ്പം ചേരാനായിട്ട് മണികണ്ഠൻ, അദ്ദേഹം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രം ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. കഥ, തിരക്കഥ, സംവിധാനം എന്നിവ മനസ്സ് നിറഞ്ഞ് നിർവഹിച്ച് ഊതിക്കാച്ചിയ പൊന്നുപോലെ ഈ സിനിമ ഒരുക്കിയെടുത്ത ഇതിന്റെ സംവിധായകൻ മിസ്റ്റർ രാഹുൽ സദാശിവൻ. We expect a lot from him. അദ്ദേഹത്തിന്റെ പ്രീവിയസ് സിനിമകളൊക്കെ കണ്ടിട്ടുള്ള പ്രേക്ഷകന് ഇത് എന്തായിരിക്കും എന്നൊരു ഊഹം തീർച്ചയായിട്ടും ഉണ്ട്. സോ ഹി ഈസ് റൈറ്റ് ഹിയർ. ഇനിയിപ്പോ ഞാൻ എന്തു പറയാനാണ് കൂടുതലായിട്ട്, ഒരുപാട് ആലങ്കാരികമായിട്ട് നേടിയെടുത്തിട്ടുള്ള അംഗീകാരങ്ങളെല്ലാം എണ്ണി പറഞ്ഞ് വെൽക്കം ചെയ്യേണ്ടത് എന്ന് പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്വന്തമിക്ക, നമ്മുടെ പൊന്നിക്ക മമ്മൂക്ക വേദിയിലേക്ക് നിറഞ്ഞ കൈയോടെ സ്വാഗതം ചെയ്യുന്നു. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഡയലോഗിൽ നിന്ന് ശേഷം നമ്മൾ സ്ക്രീനിൽ കാണാൻ പോവുകയാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സോ ഈ പ്രയോഗം നമ്മുടെ ഫിലിം 15th വേൾഡ് വൈഡ് റിലീസ് ആവുകയാണ്. ആൻഡ് വി ആർ ഓൾ വെയിറ്റിംഗ് റെസ്പോൺസ് അറിയാൻ വേണ്ടി. ആൻഡ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോ ആൻഡ് വയനാട് സ്റ്റുഡിയോന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്ര സർ പ്രൊഡ്യൂസ് ചെയ്ത, ശശി സർ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഫിലിം കംപ്ലീറ്റ്ലി ഷോട്ട് in black and white format and starring one and only Mammootka along with Arjun, Siddharth, Amalda and Manikandan. So ഇതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. എല്ലാവർക്കും ഈ പ്രസ് മീറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആദ്യം തന്നെ ഈ സിനിമയ്ക്ക് എല്ലാവരും ആശംസകൾ നേടുകയാണ്. ഒത്തിരി വെയിറ്റിംഗ് ആണ് 15-ാം തീയതിക്ക് വേണ്ടി. നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കാൻ പറ്റിയ സിനിമയാണ്. വീണ്ടും പണ്ട് കണ്ട് മറന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അബുദാബി വെച്ച് പറഞ്ഞില്ല, നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത്, നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് നമുക്ക് പറഞ്ഞത്. ഇത്തരം ഒരു വായിക്കാൻ പറ്റിയ സിനിമയിലേക്ക് നമുക്ക് വീണ്ടും എത്താനുള്ള സാഹചര്യം എന്തായിരുന്നു? പ്രേക്ഷകർ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കാരുടെ പ്രതീക്ഷകളാണല്ലോ. ഒന്നും പ്രതീക്ഷിക്കാതെ ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്നത് കഥ എങ്ങനെയായിരിക്കും, നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുന്നത് ഞാൻ പറഞ്ഞു. സിനിമയ്ക്കൊരു കഥയുണ്ട്, അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് എൻ്റെ ഭംഗി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച് എങ്ങനെയല്ല വിചാരിച്ച് എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തും ഒരിക്കലുമില്ല. അതൊരു ശുദ്ധ ഒരു എന്താ പറയുക ശൂന്യമായ മനസ്സോട് പറയുന്നത് സിനിമയാണ്. സിനിമയ്ക്ക് നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ചില ആൾക്കാർ ഇത് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും. അതൊന്നും ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ആവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ത്രില്ല് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ. സിനിമ കാണുമ്പോൾ സിനിമ ഇനി ഒന്നും മാറ്റാൻ നോക്കിയല്ലേ, സിനിമ ഓൾറെഡി ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു മാത്രമേ. അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ വരും. എനിക്കിപ്പോൾ ഒരു മലയാളത്തിലെ വാക്ക് ഇങ്ങനെ ടിടിക്ക് വെള്ളപ്പടിയുണ്ട്,
ഇല്ല, നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻവിധിയോടുകൂടി വരും. മുൻവിധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നു. ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ വേണം. നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു വിചാരിക്കാം, അങ്ങനെയുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് ഇത് വരുമ്പോൾ ഒരു പ്രസക്തി എത്രമാത്രമുണ്ട്? പ്രസക്തി ഒന്നും പ്രത്യേകിച്ചില്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുക. ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ്. സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ? സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് സിനിമ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കി എന്ന് വേണേൽ പറയാം. അതുമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതുതലമുറക്കിട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം. പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ്. ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത്. നമ്മൾ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു ആദ്യകാലങ്ങളിൽ. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത്. പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഒരു അത് പല ബോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനും ഒക്കെ ഉണ്ട്. വലിയ സിനിമകൾ, ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് 58 വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 35 മൊബൈൽ എടുത്തത്. അപ്പൊ അത് നമ്മൾ അത്രത്തോളം ആലോചിച്ചിട്ടല്ല. നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ടി വരണം, വേണ്ടേ? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ഇന്നത്തെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? എല്ലാരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഇവരെല്ലാരും വൈറ്റ് ആൻഡ് ബ്ലാക്കും, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ്. ഇപ്പം ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റിലും കാര്യങ്ങളും കണ്ടു. പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന എക്സൈറ്റ്മെന്റും പ്രേക്ഷകർക്കുണ്ട്. അതിലുപരി മമ്മൂക്കയുടെ മേക്ക് ഓവർ ആണ് യഥാർത്ഥത്തില് നമ്മളെയൊക്കെ എക്സൈറ്റ്മെന്റ് ചെയ്തത്. അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഈ കഥ പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ അടുത്തൊരു ഇനീഷ്യൽ സ്കെച്ച് ഉണ്ടായിരുന്നു, ക്യാരക്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു. അത് ഞാൻ മമ്മൂക്കിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടുന്ന് കുറച്ച് സ്ക്രിപ്റ്റ് റീഡിങ്ങിന്റെ ഡിസ്കഷനും അതിന്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ആയി വരുമ്പോൾ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ്. അത് ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് ഒരു കുറച്ചു കാലം മുമ്പ് നടക്കുന്ന കഥയായത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന രസമായിരിക്കും എന്ന് തോന്നി. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ ക്യാരക്ടർ? നമുക്ക് ഒരു കട്ടമില്ലാണ് പറഞ്ഞൊന്നും മനസ്സിലായില്ല. 2-3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലാതിരുന്ന കാലത്താണ് ഈ സിനിമ അല്ലേ എടി? അങ്ങനെ ലക്ഷ്മി നാടകങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നു എനിക്കറിയുണ്ടായിരുന്നു. അടുത്ത കാലത്ത് ജനിച്ചിട്ടാണ് അത്ര പരിപാടി. സിനിമയിൽ ആ കഥാപാത്രത്തിന് ഒരു മിസ്റ്ററി ഉണ്ട്, ഭയങ്കരമായ മിസ്റ്ററി ഉണ്ട്. അത് പക്ഷെ നമ്മളിവിടെ വന്ന് ഇപ്പൊ പറഞ്ഞാലും, നിങ്ങൾ സിനിമ കണ്ട് ആരോടെങ്കിലും പറഞ്ഞാലും അത് പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാരുടെ ഒരു ത്രില്ല് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇത് വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ? വില്ലനും നായകനോ കഥാപാത്രങ്ങളെ അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവരാണ്. പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ കണ്ടെത്താം. ഒരു കലാസൃഷ്ടിക്ക് എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുക. സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകരാണ്. അതൊട്ടും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ്, നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ. അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ്, അവരുടെ തീരുമാനം. ഇപ്പോ എല്ലാ സിനിമയെ എല്ലാവരിലും ഒരു മമ്മൂക്ക ആരാധകനുണ്ട്. അപ്പോ മമ്മൂക്കയുടെ ഇങ്ങനെ ഡേറ്റ് ഇട്ടാൽ സിനിമ ചെയ്യേണ്ട അവസരം കിട്ടാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പുതുതായിട്ട് എന്ത് ചെയ്യിക്കാം എന്നുള്ള ഒരു തോട്ട് അവിടെ എപ്പോഴും റെലവെന്റ് ആണ്. ഇപ്പോ അൻറഷീദൊക്കെ ഏകദേശം 9 മാസത്തോളം ആലോചിച്ചിട്ടാണ് ഊമ്മയായിട്ട് മമ്മൂക്ക് ഇതൊരു വേഷം കിട്ടില്ല, അങ്ങനെ അണ്ണൻ തമ്പിക്ക് ഉണ്ടാകും. അപ്പോ ഈ പറഞ്ഞ പോലെ പുതുമ തേടി പോകുന്ന ഒരു നടനിലേക്ക് സിനിമ എത്തിക്കുമ്പോൾ ഒരു മെയിൻ റിസ്ക് ഫാക്ടർ ആണ് ശരി? അല്ല, ഇപ്പോഴത്തെ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ ഓഡിയൻസ് നമ്മളെല്ലാവരും അത്രമാത്രം ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ അത് എത്ര നേരം അവരെ ബുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റും എന്നുള്ളൊരു ഇന്റൻഷനിലാണ് നമ്മളൊരു കഥ എഴുതുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഫിലിം മേക്കേഴ്സിനെ പോലെ ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ
എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കയെ വെച്ചൊരു പടം ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ പടം 2012 റിലീസായത്. ഒരു 10 കൊല്ലത്തിന് ശേഷമാണ് ഭൂതകാലം വന്നത്. അപ്പോഴൊക്കെ മമ്മൂക്കയെ വെച്ച് ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ടു ബി വർത്തി ഓഫ് ഹിസ് ടൈം ടു പോർട്രേ ദ ക്യാരക്ടർ എന്നെല്ലാം. സോ അത് റെഡിയായാൽ മാത്രമേ നമ്മൾ മമ്മൂക്കടുത്ത് പോയിട്ടൊന്ന് ഓക്കെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് ഞാൻ പറയുമ്പോൾ അത് അപ്പൊ തന്നെ എക്സൈറ്റ്മെന്റ് കാണിക്കും. അങ്ങനെയാണ് അത് ഫോമായി വന്നത്. സിനിമയിലെ ഉള്ള സ്റ്റിൽസ് തന്നെയാണ് നമ്മൾ പുറത്ത് പോസ്റ്റേഴ്സ് ആയി വിട്ടത്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ടീമാണ്. അരുണാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അരുണായിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭൂതകാലത്തിലും പുള്ളി തന്നെയാണ് ഡിസൈൻ ചെയ്ത് തന്നത്. സോ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്റൻഷൻ. അത് എത്ര നല്ല രീതിയിൽ അത് പോർട്രേ ചെയ്യാൻ പറ്റും, യുണീക്ക് ആക്കാൻ പറ്റും എന്നുള്ള ഇന്റൻഷനിൽ തന്നെയാണ് വി ട്രൈ ടു ഡിസൈൻ ദാറ്റ്. അത് ക്ലിക്കായി. എനിക്ക് ഫസ്റ്റ് മമ്മൂക്കയുടെ ക്യാരക്ടർ പോസ്റ്റർ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതെന്തായാലും എല്ലാവരും കാത്തിരിക്കും എന്നുള്ള. അങ്ങനെയല്ല, എനിക്ക് ഹൊറർ പൊതുവെ ഇഷ്ടമാണ്, ജോണർ ഇഷ്ടമാണ്. റൊമാൻറ്റിക് ഫിലിംസും കാണും, പല ജോണറിലുള്ള ഫിലിംസും കാണും. പക്ഷെ ഈ അടുത്തായിട്ട് കുറച്ചെന്തോ ഹൊററിലേക്ക് ഇത് അങ്ങനെ വിചാരിക്കുന്നില്ല. ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ളൊരു ഇന്റൻഷനിൽ വരരുത്. ഹൊററിൽ തന്നെ പല സബ് ജോണേഴ്സും ഉണ്ട്. കോമഡി ഹൊറർ ഉണ്ട്, സൈക്കോളജിക്കൽ ഹൊറർ ഉണ്ട്, പാരനോർമൽ ഉണ്ട്, സ്ലാഷർ ഹൊറർ ഉണ്ട്. അപ്പോൾ ഈ പ്രീവിയസ് ഫിലിമിന് ശേഷം ഇനി എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, എന്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്. സോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് കാതലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്വേഷകരുടെ കൂടി കഥ പറയേണ്ട ആവശ്യമുണ്ട് ഓരോ അന്വേഷണത്തിലും എന്നാണ് കണ്ണൂർ സ്കോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ബ്രഹ്മയുഗത്തിലൊരു പുതിയ ഡെഫിനേഷൻ ഓഫ് ഹൊറർ അല്ലെങ്കിൽ ഹൊററിൽ തന്നെ പുതിയൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യാം. അത് മമ്മൂക്കയിലൂടെ ചെയ്യാം. അതായിരുന്നു മമ്മൂക്ക എന്നുള്ള കലാകാരന്റെ എക്സൈറ്റ്മെന്റ്. ഇത് നിങ്ങൾ ഈ പറഞ്ഞതൊന്നും നമ്മൾ യഥാർത്ഥത്തിൽ ഷൂട്ടിംഗ് വിചാരിച്ച കാര്യങ്ങളല്ല. അങ്ങനെ വന്ന് ഭവിച്ചതാണ്. സിനിമയിൽ എന്ത് വന്ന് ഭവിക്കുമെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്കിത് എങ്ങനെ സിനിമ വരുമ്പോൾ എന്താണ് അനുഭവവേദ്യമാകുക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ്. പിന്നെ അതിന്റെ കാലഘട്ടം, കഥ എല്ലാം സ്വാഭാവികമായിട്ടും തീരുമാനങ്ങളെല്ലാം നമുക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല. ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു, അങ്ങനെയാണ് സംഭവിച്ചത്. ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കസച്ചെറു പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് എപ്പോഴും ഓപ്പണാണ് മമ്മൂക്ക എന്ന കലാകാരൻ. ഇപ്പോൾ വലിയ അളവിൽ സ്വീകരിക്കപ്പെടാത്ത കയ്യൊപ്പ ആയാലും ശരി, വലിയ അളവിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കാതലായാലും ശരി. അപ്പോൾ ആ വിധത്തിൽ ഇപ്പോൾ തിയേറ്ററിലെ സ്വീകാര്യതയെ പറ്റിയാണ് ഞാൻ കയ്യൊപ്പനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് താരത്തെ ഒരിക്കലും ആ നടൻ അവിടെ നിൽക്കുമ്പോൾ താരം നടനെ ഹൈജാക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അതെങ്ങനെയാ തുടർന്നു പോകുന്നത്? ഈ നമ്മുടെ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഈ പ്രത്യേകതരം കഥയോ ആരും കാര്യങ്ങളോ പറയുന്നത് പോലെ തന്നെ പരീക്ഷണമാണ്. എല്ലാവരും കണ്ട് ശീലിച്ച് പഴകിയ ഒരു കഥ പറയുന്നത് അത് പരീക്ഷണമല്ല. സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോൾ നമ്മൾ പരീക്ഷണ ചിത്രങ്ങൾ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാനൊന്നും കണ്ടിട്ടില്ല. സാധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം, അതിന് സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുമ്പോൾ അതിന് ഞാൻ സമ്മതമാണെന്ന് മാത്രം. പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. പ്രമുഖത്തിലെ ക്യാരക്ടർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ടും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. അപ്പോൾ അത് മാക്സിമം അതിന് ഔട്ട് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടയിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായില്ല. ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ക്യാരക്ടർ പറയേണ്ടി വരും, അത് പറയാനുള്ള. ഇപ്പോൾ പക്ഷെ അടിപൊളിയായിരുന്നു. കഥ പറഞ്ഞു കഴിയുമ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ആദ്യം കഥയെക്കുറിച്ച്, പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ മമ്മൂക്കായിൽ നിന്നുണ്ടായിരുന്ന ഒരു റിയാക്ഷൻ ഉണ്ടായി. സെയിം ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫസ്റ്റ് ഞാനൊരു 10-20 മിനിറ്റ്സിലാണ് ഇക്കടുത്ത കഥ പറഞ്ഞത്. സോ ഈ ഫിലിം ഞാൻ ഒരിക്കലും ഒരു കളർ ഫോർമാറ്റിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. സോ കാരണം പീരിയഡ് സെറ്റിംഗ് ആയതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ
ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു ക്ലിയർ സ്കൈ തന്നെ ഇറ്റ്സ് എ ഷെയ്ഡ് ഓഫ് ഗ്രേ. സോ അങ്ങനെയാണ് ഞാൻ മമ്മൂക്കടുത്ത് കഥ പിച്ച് ചെയ്തതും. അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് ഇക്ക ഞാൻ 3 വാക്കേ പറയുന്നുള്ളൂ, മമ്മൂക്ക മിസ്റ്ററി ഹൊറർ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ നമുക്ക് ചോദിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെയാണ് അതിന്റെ പരിപാടികൾ ചോദിച്ചു. അപ്പൊ നമ്മളതൊരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ടെസ്റ്റ് ഷൂട്ട് ആൻഡ് അതിന്റെ ഷൂട്ട് ചെയ്ത് പറ്റുമ്പോൾ അതിലേക്ക് വന്ന് കാണിച്ചു. അപ്പോഴാണ് അതിന്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ടീം മനസ്സിലായത്. ഓക്കെ, ദിസ് വിൽ വർക്ക് എന്നുള്ളത്. സോ അത് സപ്പോർട്ട് ചെയ്യാൻ ഐ നീഡ് ടു ഹാവ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ. സോ റാം സാറാണ് ഇസ് ദ മാൻ ബിഹൈൻഡ് സപ്പോർട്ടിങ് മൈ വിഷൻ. സോ it's a collective effort. It's a very collective effort. Unfortunately നമ്മുടെ DOP-യുടെ ഇതില്ല, എത്താൻ പറ്റിയില്ല. മിസ്റ്റർ ഷനാദ് ജലാലാണ് ഇത് ഷൂട്ട് ചെയ്തത്. ദിസ് ഇസ് മൈ സെക്കൻഡ് കൊളാബറേഷൻ വിത്ത്. സോ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു. ഈ ഹൊററിന്റെ ഒരു ഇത് ബ്യൂട്ടി ടു ഇറ്റ്. അറ്റ് ദ സെയിം ടൈം പ്ലോട്ട് വിൽ ബി ഒരു പേസിംഗ് ഉണ്ട്. ഇത്തരം സിനിമകൾക്ക് ഒരു പേസിംഗ് ഉണ്ട്. ഇത്തരം സിനിമകൾക്ക് അതിന്റെ പ്ലോട്ട്സും ക്യാരക്ടറിലുമാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റി. അപ്പൊ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇതുമാതിരി ഒരു ഫോർമുല നിങ്ങൾക്ക് കാണാം. അതൊന്ന് യുണീക്ക് ആയിട്ട് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് എങ്ങനെ വ്യത്യസ്തമായി പറയാമെന്നായിരുന്നു നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ ഇപ്പൊ ഗെറ്റ് ഔട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് മേ ബി ട്രെയിലറിലൊക്കെ നിങ്ങൾക്ക് കണ്ടു, പക്ഷെ കഥ അങ്ങനത്തെ അല്ല, വേറെ ടോട്ടലി ഡിഫറെന്റ് കഥയാണ്. ഇപ്പോ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ മമ്മൂക്കയുടെ ഒരു ഇരിപ്പായിരുന്നു ഫസ്റ്റ് ലുക്കായി വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ സമാനമായിട്ട് ഭീഷ്മപർവ്വത്തിലും ഇതുമായിട്ട് ഏറെക്കുറെയൊക്കെ സാമ്യമുള്ള ഒരു ഇരിപ്പായിരുന്നു. ഭീഷ്മയ്ക്കുള്ള ഒരു മാസും ഇതിനകത്ത് വരുന്ന ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ചിരിയും ഉണ്ട്. ഇതൊക്കെ ഫീൽഡിൽ തന്നെ മമ്മൂക്കയോട് പറഞ്ഞിട്ട് അത് വരുന്നതാണ്. നമ്മളത് ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ ആ ദിവസം എടുത്തതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ സ്റ്റില്. സോ അത് അരുണാണ് കോർഡിനേറ്റ് ചെയ്തത്. ബട്ട് വി ഓൾ ഹാഡ് ദിസ് ഐഡിയ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വന്നു, കുറെ സ്റ്റിൽസ്, കുറെ പോസസ് തന്നു, അതെടുത്തു. അതിൽ ദ ബെസ്റ്റ് വൺ വി ചോസ്. അതാണ് പോസ്റ്ററായിട്ട് കാണുന്നത്. അങ്ങനെയല്ലേ ഭീഷ്മയുടെ ഫസ്റ്റ് പോസ്റ്റർ ഓർമ്മയുണ്ട്? അങ്ങനെ ഇരിക്കുന്നു, അങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ല, ഭീഷ്മയിൽ ഇങ്ങനെയാണ്. അപ്പൊ സെയിം ബോഡി ലാംഗ്വേജ് എന്നെ ചതിക്കരുത്. ഞാൻ ഒരുപാട് അല്ല, നമുക്ക് കുറെ ഇൻഫ്ലുവൻസുകൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതിനതില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. കാലം ഇതല്ലേ. അല്ല, അപ്പൊ ഇവരുടെ കേട്ടതും കണ്ടതും അല്ലെങ്കിൽ വായിച്ചതൊന്നും പറ്റൂല. എന്ത് കാണാൻ കാലം നമുക്ക് നമ്മൾ കാണുന്ന നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനോ ഇൻഫറൻസോ ഒന്നുമില്ല, സങ്കല്പം മാത്രമേ ഉള്ളൂ. ശൂന്യാകാശത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. കളിയാക്കണം. എഫർട്ടെടുത്തുള്ള സിനിമ കാണാം, പിന്നെ അതൊന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ ആ ചോദ്യം അത് ഞങ്ങൾ കുറച്ച് ഷോർട്സ് അതിന് വേണ്ടി ടീസറിനും ട്രെയിലറിനും വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അത് നിങ്ങൾ സിനിമ എന്തായാലും ദിവസത്തിൽ കാണുമ്പോൾ അറിയാം എന്തൊക്കെയാ. അത് മമ്മൂക്ക തന്നെ ചെയ്തതാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞു, മമ്മൂക്ക ഇരിക്കുന്ന രീതിയിൽ അത് ചെയ്തു. പക്ഷെ അത് അടിപൊളിയായി വന്നു. അത് ടീസറിൽ ഞങ്ങൾ ചെയ്തു. ട്രെയിലറിലും അങ്ങനത്തെ ഒരു സാധനം ടുവേഴ്സ് ദി എൻഡ് ഒരു ഷോട്ട് അതിനെ പ്ലേസ് ചെയ്തു. സോ ട്രെയിലർ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ ചിരി ഇറ്റ്സ് പോർട്രേയിങ് സം കൈൻഡ് ഓഫ് മാഡ്നസ് എന്ന് പറയാം. അപ്പോ മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അവര് ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചുകൊണ്ട്. ആൻഡ് ദെൻ വിൽ ടാഗ് ഇറ്റ് ആസ് ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെയാണത്. ദാറ്റ് വാസ് ദി ഐഡിയ ആക്ച്വലി. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. നമുക്ക് ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഫിലിമിലൊന്നും പറയുന്നില്ല. ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരിയഡിൽ നടക്കുന്ന, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഒരു ടൈം പീരിയഡിൽ നടക്കുന്ന ഒരു കഥയാണ്. കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്.
പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു, കുഞ്ഞമ്മൻ എന്നൊക്കെ പറഞ്ഞു. അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത്. അപ്പൊ പക്ഷെ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി ഡി സാറുമാരി ഒരു സാറിന്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ കഥ എഴുതുന്നത്. സോ ഐ നീഡഡ് എ സപ്പോർട്ട്. അങ്ങനെയാണ് ടി ഡി സാർ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. സോ ഇറ്റ്സ് എ ടോട്ടലി ഫിക്ഷണൽ. ആരുടെ ലൈഫ് സ്റ്റോറിയോ ഏത് ഫാമിലിയെയോ ഉദ്ദേശിച്ചൊന്നുമല്ല. ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി. നമുക്ക് ഇപ്പം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുണ്ടായി എന്നാണ്, മമ്മൂക്കയുടെ ചിത്രങ്ങള് പ്രേക്ഷകര് ഇരു കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രേക്ഷകർക്കറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം എന്താണ്, ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെ പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് ശ്രമിച്ചു. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് എന്ത് സിനിമയിൽ നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രം. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടം, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, കൂടെ ഉണ്ടാവും, വഴിയിൽക്കിട്ട് പോയിക്കളെ എടുക്കാണ്. ഞങ്ങളുടെ കുറെ നോവലുകളൊക്കെ ഉണ്ട്. ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ റേറ്റിംഗ് സമയത്ത് മമ്മൂക്കായ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു താങ്കൾ ഒരു റേറ്റിംഗ്? തീർച്ചയായിട്ടും രാഹുൽ എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ച് പുറകിലുള്ള ഒരു കാലത്തെ കഥയാണ് പറയുന്നത്. മറ്റേ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ ലൊക്കേഷനിൽ പോകുമായിരുന്നു. ഞാൻ രാഹുലേട്ടനായിട്ട് സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കുറച്ച് സാധനങ്ങൾ ഞാൻ ആ സമയത്ത് അയച്ചു കൊടുക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഉണ്ടായല്ല, കുറെ വർക്ക് ചെയ്ത് തന്നെ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന പരിപാടിയല്ല. നല്ല സാധനം ആയി വരാൻ വേണ്ടി മാക്സിമം പണിയെടുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഇനീഷ്യൽ നമ്മുടെ ഷൂട്ടിന്റെ മുമ്പ് ക്രിസ്ത്യാനെ ഞാൻ പരിചയപ്പെടുകയും ഞാൻ ആകെ പറഞ്ഞത് ഇതൊരു പീരിയഡ് ഫിലിമാണ്, മമ്മൂക്കയാണ് ലീഡ് ക്യാരക്ടർ, ഒരു ഫിക്ഷണൽ സെറ്റിംഗ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ എനിക്ക് ക്രിസ്റ്റോ ഒരു ഡെമോ എനിക്ക് അയച്ചു തന്നു. അതിലാണ് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. സോ അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ഫുൾ കുറെ ഇരുന്ന് അതിനെ കുറിച്ച് സംസാരിച്ച് ഓരോ സ്റ്റേജിലും ഷൂട്ടിംഗ് സമയത്ത് ക്രിസ്റ്റോ പറഞ്ഞു ഓരോ സീനിനും ഇങ്ങനെ സ്കോർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് ഷേപ്പ് ആവുന്നത്. ഞാൻ ലൊക്കേഷനിൽ പോയ ടൈമില് വിഷ്വല് നമ്മൾ കാണും, രാവിലെ തന്നെ ഓരോന്ന് കാണിച്ചത്. അപ്പൊ വിഷ്വല് കാണുമ്പോൾ ഒരു എനർജി ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ എനർജിയുടെ റിസൾട്ട് ആയിരിക്കാം മേ ബി നന്നായിട്ട് വന്നിട്ടുണ്ട് വിചാരിക്കും. സിദ്ധാർത്ഥ എന്നോടാണ് ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ തന്നെ 2 ഫിലിമില് ഒരുമിച്ച് അഭിനയിക്കും, സൂക്കയിലും ഉണ്ട്, ബ്രഹ്മത്തിലും. അപ്പൊ ഇതിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറും മറ്റേതിൽ കുറച്ച് സ്റ്റൈലിഷ് ആണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? രണ്ടും 2 തരം സിനിമയാണ്. സോ രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ മമ്മൂക്കയുടെ കൂടെ 2 തരത്തിൽ തന്നെയാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ പഠിക്കാൻ പറ്റി? അഭിനയം പഠിക്കാൻ പറ്റി. വേറെ സിദ്ധാർത്ഥ ഈ പറഞ്ഞതുപോലെ അച്ഛന്റെ കാലം അമ്മയുടെ കാലഘട്ടമൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒത്തിരി അഭിനയിച്ചു വന്ന അതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് ഇപ്പൊ സിദ്ധാർത്ഥ എത്തുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കുമല്ലോ. അതെ, തീർച്ചയായും ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു, നമ്മളത് യാഥാർത്ഥ്യമായിട്ട് അത് കാണുന്നു, തിയേറ്ററിലേക്ക് എത്തുന്നു. അതൊരു പുതിയ അനുഭവം തന്നെയാണ്. പ്രേക്ഷകരെ പോലെ തന്നെ അതിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും പുതിയ അനുഭവം തന്നെയാണ്. മമ്മൂക്ക ടർബോ തിയേറ്റർ കുലുക്കും, ഇപ്പൊ കുലുക്കല് ട്രെൻഡാണല്ലോ. രാഹുലിന് ഫേസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും ബ്രഹ്മയുഗത്തില്? ഫേസ് ചെയ്ത
എനിക്കൊരു പേടിയായിരുന്നു മമ്മൂക്കടൊപ്പം അധികം ആക്ഷൻ കട്ടെന്നൊക്കെ പറയാം. ഓൾറെഡി ഒരു ഹൊറർ ഫിലിം ചെയ്തതാണെങ്കിൽ പോലും മമ്മൂക്കയുടെ കൂടെ ആയതുകൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു ഫിലിമില്. അപ്പൊ അതിൽ ഫേസ് ചെയ്തേക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ചാലഞ്ചസ് ഉണ്ടാവും, എല്ലാ ഫിലിമിലും ചാലഞ്ചസ് ഉണ്ടാവും. ബട്ട് ആസ് ലോങ് ആസ് യു ഹാവ് എ വെരി ഗുഡ് ടീം, ടെക്നിക്കൽ സപ്പോർട്ട്, പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് ആക്ടേഴ്സ് ഹൂസ് വെരി സപ്പോർട്ടീവ്, നമ്മളത് അറിയില്ല. ആക്ച്വലി ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നത് നമുക്കറിയില്ല. എല്ലാ ദിവസവും നെക്സ്റ്റ് ഡേ എന്താണ് ഷോട്ട് എടുക്കാനുള്ള എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാനിങ്ങനെ രാത്രി ഓരോ ദിവസവും ഇരിക്കാറില്ല. അപ്പോൾ നാളെ നമുക്ക് ഇത് ചെയ്യും, ഈ സീൻ ചെയ്യും എന്നുള്ള സെയിം വിത്ത് എവരിബഡി. ഞങ്ങൾ എല്ലാവരും എക്സൈറ്റ്മെന്റിലാണ് ഇരുന്നിട്ടുള്ളത്. സോ ദ ഹോൾ പ്രോസസ് ഇസ് ചാലഞ്ചിങ്. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫോർ ദാറ്റ് നല്ലൊരു ടീം വേണം. ഇതേമാതിരി സൗണ്ട് പ്ലേസ് എ വെരി ഗുഡ് JD ആണ് സൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈ ഇത്തരം സിനിമകൾക്ക് സൗണ്ട് ഇറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ആൻഡ് സപ്പോർട്ടിംഗ് കാസ്റ്റ് ലൈക്ക് മണികണ്ഠനുണ്ട്, ഹീസ് ഡൺ എ വെരി ഗുഡ്. മൈ എഡിറ്റർ ഷഫീഖ് ഈസ് ഡൺ എൻ അമേസിംഗ് ജോബ്. ആൻഡ് ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്നത് മൈ 2 ADs ആണ്. പൂമണി മാളിക എന്ന് പറഞ്ഞ പാട്ട് അമ്മു മറിയ അലക്സ് എന്ന് പറഞ്ഞ പെൺകുട്ടി എഴുതിയിരിക്കുന്നത്. ആൻഡ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മകൻ ദിന്നാഥ് പുത്തഞ്ചേരിയാണ് 3 പാട്ട് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി കളക്റ്റീവ് എഫേർട്ടാണ്. സോ അങ്ങനെയാണ് ഒരു പ്രൊജക്ട് അതിന് സ്ട്രെങ്ത് വരുന്നത്. ഇറ്റ്സ് ഓൺലി ഫീമെയിൽ ക്യാരക്ടർ ഇൻ ഫിലിം. സോ ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. അമൽഡ, ഇപ്പോ ഇതൊരു ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥാപരിസരമാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന വാക്കുകളോ ഒന്നും ഡയലോഗുകളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ഡയലോഗുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ സ്വയം നമ്മളെ റെസ്ട്രിക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ പെർഫോമൻസിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം എത്രത്തോളം ഉണ്ടായിരുന്നു പ്രമേയത്തിൽ? ഇത് ഒരു സങ്കല്പത്തിലുള്ള ഒരു കഥാപാത്രമാണല്ലോ. അപ്പം അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമാജിനേഷൻ പോലെയാണ്. അപ്പം പറയാൻ പറ്റില്ല, അതാണ് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കണ്ടു നോക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് പറയാം. ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചു, ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരും? ദുൽഖറിന്റെ കൂടെയാണ് എന്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ അടുത്തോട്ട് നമുക്ക് എല്ലാ ആക്ടേഴ്സിന്റെയും ഒരു ആഗ്രഹമാണ് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയെങ്കിലും ചെയ്യാന്ന് പറയുന്നത്. അത് ഭയങ്കരമായിരുന്നു. അതായത് ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് മമ്മൂക്കയായിട്ട് ഇങ്ങനെ, അതായത് ആക്ടർ ആവാൻ വേണ്ടി വന്നാണ് ആ സമയത്ത്, അത് 10-21 വയസ്സൊക്കെ ഉള്ളപ്പോൾ മമ്മൂക്കയായിട്ടൊന്ന് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടി. അപ്പം നമുക്ക് അന്ന് എന്നോട് പറഞ്ഞിരുന്നു, മോശം സിനിമയൊന്നും ചെയ്യണ്ട, നല്ല സിനിമകൾ ചെയ്താൽ മതി. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ കൂടെ നല്ലൊരു ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ പ്രേക്ഷകർ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ പ്രമേയത്തിൽ വരാൻ നേരത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തില് എത്തരത്തിലായിരുന്നു ഒരു പ്രസന്റേഷനും കാര്യങ്ങളും? എല്ലാവർക്കും നമസ്കാരം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല. ഇതിൻ്റെ ഒരു ഭാഗമായി ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം. പിന്നെ 15-ാം തീയതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ പറയാൻ പറ്റില്ല. ഈ സിനിമയിൽ ആ ചോദ്യത്തിന് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു മറുപടി പറയും. സിനിമ എടുക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ കളറിലോ ഒന്നും നമുക്ക് തോന്നില്ല. സിനിമയാണ്. സിനിമ കണ്ടതിന് ശേഷമല്ലേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മൾ കുറച്ച് സീനുകൾ നമുക്ക് അഭിനയിക്കാൻ എന്നല്ലാതെ ഇത് എങ്ങനെ എടുക്കുന്നു എങ്ങനെ വരുന്നു നമുക്ക് അഭിനയിക്കുമ്പോൾ അറിയില്ല. അതാണ് പുള്ളി തപ്പിയത്. കറക്റ്റല്ലേ? ഏകദേശം തീരാറായി കാര്യങ്ങൾ. ഈ പ്രസ് മീറ്റിന്റെ പ്രത്യേകതയാണ് നമുക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് പറയാനും പറ്റുന്നില്ല. നിങ്ങൾ ഈ കണ്ട ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് ഈ പറയുന്നത്. അല്ല, അങ്ങനെയാണ്. ഏകദേശം 30 മിനിറ്റായി ചോദിക്കുന്നു. അതൊന്നും ചോദിക്കില്ലെന്ന് പറയില്ല. സിനിമയെ കുറിച്ച് കൂടുതലും ചോദിച്ചത് നിങ്ങളല്ലേ? അല്ല, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വേണം കേട്ടോ നമുക്ക്. എന്നാലും എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ വേണം. ഇന്നല്ല, ഇത് റിലീസ് കഴിഞ്ഞിട്ട്. റിലീസ് കഴിഞ്ഞിട്ട് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം ചോദിക്കാനും പറ്റും. സിനിമ കണ്ടതിന് ശേഷമല്ലേ? കാണും എന്നിട്ട് നോക്കാലോ. അപ്പൊ അങ്ങനെ ഉണ്ടാകണം. ശരി, താങ്ക് യു. ശരി, താങ്ക് യു. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ അവരവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരു പ്രൊഡ്യൂസറും സംവിധായകനും മറ്റു ക്രൂസും ഉണ്ടെങ്കിൽ ഓരോ കഥാപാത്രവും ഓരോ സിനിമ കഴിയുമ്പോൾ ഞെട്ടിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ആ നല്ല സിനിമകൾ മുൻവിധികളില്ലാതെ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് വിജയിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി.
അത് നമ്മൾ പ്രേക്ഷകർ ചെയ്യണം. ഈ സിനിമയ്ക്കും അത് വേണം. We are winding up this press meet.